എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റെസിപ്പിയായിട്ട് വീഡിയോസ് ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത്. അതായത് എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു വർഷമൊക്കെ ആയി. കുറച്ച് സബ്സ്ക്രൈബ് എനിക്ക് 1200 ചില്ലാനം സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചിലർ വീഡിയോ കാണുന്നവർ ചോദിക്കും, കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. കാരണം എന്നെപ്പറ്റി അറിയുന്നവർക്ക് അറിയാം, നല്ല പോലെ അറിയാം. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, പൃഥ്വി എന്ന് പറയുന്നത് ആരാണ്, മകനാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു, ഇപ്പോഴും അമൃതയിൽ തന്നെയാണോ ജോലി ചെയ്യുന്നത് എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു ചെറിയൊരു എന്നെക്കുറിച്ച് നിങ്ങളോട് കൂടി ഷെയർ പറയാമെന്ന് വിചാരിച്ചു. വലിയ ഡീറ്റെയിൽസ് ആയിട്ടൊന്നുമല്ല, ചെറുതായിട്ട് എങ്ങനെയാണ് ഞാൻ ആരാണ് എന്നുള്ളത് നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ജസ്റ്റ് എന്നെക്കുറിച്ചൊന്ന് നിങ്ങളോട് ഒന്ന് ബ്രീഫ് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പൃഥ്വി എന്നുള്ളത് ആരാണ്, മകനാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ സിനിമാ താരം പൃഥ്വിരാജിനെ കുറിച്ച് അറിയുന്നത് കൊണ്ടായിരിക്കും, ആ പേരറിയുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ചോദിക്കുന്നത്. പൃഥ്വിരാജിനെ എല്ലാവരും പൃഥ്വി എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ മകനാണോ എന്ന് ചോദിക്കേണ്ടത്. പൃഥ്വി എന്ന് പറയുന്നത് മകനല്ല, എൻ്റെ വീടിൻ്റെ പേരാണ് പൃഥ്വി. അത് ഞാൻ എൻ്റെ വീട് കാണിക്കുമ്പോൾ ഞാനത് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതായത് ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ആലുവയിലാണ് താമസിക്കുന്നത്. പിന്നെ അമൃതയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ, ഞാൻ അമൃതയിലായിരുന്നു, പക്ഷേ ഇപ്പോൾ അമൃതയിൽ വർക്ക് ചെയ്യുന്നില്ല, ഇപ്പോൾ എവിടെയും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ സമയം കൂടുതൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തന്നെയാണ് ആശ്രയിക്കുന്നത്. പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്, വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചാൽ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു. അപ്പോൾ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ, കൂടുതൽ ആ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇപ്പം ഇല്ല, ഒരു സർജറിയെ തുറന്ന് ആൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നവരോട് ആ ഒരു മെസ്സേജ്, ആ ഒരു റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെയാണ്, ആ ഡീറ്റെയിൽസിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്, എറണാകുളത്താണ്, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതങ്ങനെ പോകുന്നു. പിന്നെ ഞാനിപ്പോഴും അമൃതയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോഴും അമൃതയിൽ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് വർഷങ്ങൾ അമൃതയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എടപ്പള്ളി അമൃത ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് താമസിച്ചിരുന്നത്. ഇപ്പം ഞാൻ വീടൊക്കെ വെച്ച് ആലുവയിലേക്ക് വന്നു. പിന്നെ എനിക്ക് പോയി വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ജോലിക്കൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ ജോലി തുടങ്ങിയത് തന്നെ ഒരു ട്രാവൽ ഏജൻസിയിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസറായിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു ബുക്ക് പബ്ലിഷിംഗ് ഫേമിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസറായിട്ട് ജോലി ചെയ്തു. പിന്നീടാണ് ഞാൻ ഹോസ്പിറ്റൽ മേഖലയിലേക്ക് വന്നത്. അമൃത ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ തുടക്കം വർക്ക് ചെയ്തത്. അതായത് ഹോസ്പിറ്റൽ രംഗത്ത് ഞാൻ അമൃത ഹോസ്പിറ്റലിലാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, നേഴ്സാണോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, വേറെ ഏത് പ്രൊഫഷനാണ് എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അവിടെ അഡ്മിനിസ്ട്രേഷനിലാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ എറണാകുളം മെഡിക്കൽ സെൻറ്ററിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കരിയർ, അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ, അതൊക്കെയായിരുന്നു. പക്ഷേ ഞാൻ തുടങ്ങിയത് വീട്ടിൽ കുറേ ട്യൂഷനൊക്കെ ആയിട്ടാണ് തുടക്കം. എൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഡിഗ്രിയും PG ഒക്കെ പഠിക്കുന്ന സമയത്തും എനിക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിലെ ഏറെ കുട്ടികളെ, ഞാനൊരു ടീച്ചർ അല്ലെങ്കിൽ പോലും, അതായത് ബൈ പ്രൊഫഷൻ ഒരു ടീച്ചർ അല്ലെങ്കിൽ പോലും, ഞാൻ ഏറെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എൻ്റെ നാട്ടിലുള്ളവർക്കറിയാം. പിന്നെ ഞാൻ ആലുവയിൽ വീണ്ടും ഇപ്പോൾ താമസത്തിന് വന്നതിന് ശേഷം, വീട് വെച്ചൊക്കെ ഞാൻ വന്നു എന്ന് പറഞ്ഞല്ലോ, ആ സമയത്തും എനിക്കൊരു ട്യൂഷൻ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപ് വരെ ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു.
പിന്നെ ഞാൻ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബിസി ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ട്യൂഷൻ ക്ലാസ് നിർത്തേണ്ടി വന്നത്. രണ്ടും കൂടി മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത് പറയുമ്പോൾ എനിക്ക് ചാനൽ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യേണ്ടി വരും. അതായത് ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് ഉണ്ടായത് എൻ്റെ സിസ്റ്ററിൻ്റെ മകളുടെ മകനാണ്. അതായത് വിജയ് കൃഷ്ണൻ, അവനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അവനാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. പക്ഷേ ഇത് ചാനലൊന്നും സ്റ്റാർട്ട് ചെയ്തിരുന്നില്ല. ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നെവ്യൂ ആണ്, ഗൗതം. പുള്ളിയാണ് സ്റ്റാർട്ട് ചെയ്ത് തന്നതും അതുപോലെ തന്നെ ആദ്യമുള്ള വീഡിയോസൊക്കെ എടുത്തു തന്നതും എഡിറ്റ് ചെയ്തതും അപ്ലോഡ് ചെയ്തതും എല്ലാം ഗൗതമാണ്. അതിനുശേഷം പിന്നെ ഗൗതം വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയത് വാണിയാണ്, ചേച്ചിയുടെ മകളാണ്, എൻ്റെ സിസ്റ്ററിൻ്റെ മകളാണ്. പുള്ളിക്കാരത്തിയാണ് പിന്നുള്ള എല്ലാ കാര്യങ്ങളും. വീഡിയോ എടുത്തതൊക്കെ ഞാനാണ്, പക്ഷേ അത് എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എൻ്റെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യുന്നതും എല്ലാം കമ്പ്യൂട്ടർ പ്രൊഫഷണൽ ആയതുകൊണ്ട് പുള്ളിക്കാരത്തിക്കെല്ലാം അറിയാം. അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിയത് വാണിയാണ്. ഇപ്പോഴും എനിക്ക് പല കാര്യങ്ങളിലും ഡൗട്ട്സ് വരുമ്പോൾ ഞാൻ ഉടനെ തന്നെ വിളിച്ച് ചോദിക്കുന്നത് വാണിയാണ്. പുള്ളിക്കാരത്തി വന്ന് അതെല്ലാം ക്ലിയർ ചെയ്ത് തരാറുമുണ്ട്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ അത് ഒരു വിധമൊക്കെ ഞാൻ പഠിച്ചു, അത്ര തന്നെ. പക്ഷെ എന്നാലും നമുക്ക് എപ്പോഴും നമ്മൾ ഫുള്ളി എല്ലാം അറിഞ്ഞിരിക്കണം എന്നില്ലല്ലോ. അപ്പം പല കാര്യങ്ങളിലും ചെയ്തു വരുമ്പോൾ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. ഇപ്പം അല്ല, തുടക്കത്തിൽ. ഇപ്പോഴും ഇടയ്ക്ക് ഓരോ കാര്യങ്ങളിലൊക്കെ ഡൗട്ട്സ് വരുമ്പോൾ വാണിയെ വിളിച്ച് ചോദിക്കാറുണ്ട്, എല്ലാം ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ചാനൽ തുടങ്ങാനുള്ള ഇടയായത്. തുടക്കത്തിൽ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും അത് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഇത്. ആദ്യം വ്യൂസൊന്നും ഇപ്പോഴും അത്ര അധികം വ്യൂസൊന്നും എനിക്കില്ല, എങ്കിലും നമ്മളുടെ വീഡിയോസിന്. പക്ഷെ എങ്കിലും ഒരു ആവറേജിലൊക്കെ പോകുന്നു. തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് നമ്മളിതിൽ തുടക്കത്തിലൊന്നും ഞാൻ അത്ര എന്നും വീഡിയോ ഒന്നും ഇടുമായിരുന്നില്ല. പിന്നീടാണ് ഇപ്പോഴാണ് കഴിഞ്ഞ ഒരു 2 മാസമായിട്ടാണ് എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നത്. എന്നാലും എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഇടാൻ പറ്റാറില്ല. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിലുള്ള ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുക്കിംഗ് എന്ന് വെച്ചാൽ ഞാൻ വലിയൊരു കുക്കൊന്നുമല്ല. എനിക്ക് കുക്കിങ്ങിനോട് വലിയ താല്പര്യവും ഉണ്ടായിരുന്നില്ല മുമ്പൊക്കെ. ഇപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ കുക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഓരോ റെസിപ്പീസൊക്കെ ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിലുള്ളവർ, എൻ്റെ അമ്മ, അമ്മൂമ്മ, ചിറ്റ, ഇവരൊക്കെ ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലും. അപ്പോൾ ആ കാലത്തൊന്നും ഞാൻ കുക്കിങ്ങിന് കിച്ചണിൽ കയറുന്ന ഒരു പരിപാടിയേ എനിക്കുണ്ടായിരുന്നില്ല. ഏതാണ്ട് ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുക്കിങ്ങിലേക്കൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ പഠിച്ചത്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ എൻ്റെ ചിറ്റ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ നോക്കി നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സംശയങ്ങൾ പുള്ളിക്കാരത്തിയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തി അങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും എളുപ്പം ഞാൻ സ്വയം ചെയ്യണതാണെന്ന് എപ്പോഴും പറയാറുണ്ട്. എൻ്റെ അമ്മ അങ്ങനെ അധികം അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കും. പശു ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അമ്മ കൂടുതലായിട്ട് സമയം ചെലവഴിച്ചിരുന്നത്. കുക്കിംഗ് ഒക്കെ മെയിനായിട്ടും ഞങ്ങളുടെ കൂട്ടുകുടുംബം അമ്മുമ്മയൊക്കെ ഉണ്ടായിരുന്നു. അമ്മുമ്മയും അത്യാവശ്യം കുക്ക് ചെയ്യും. പക്ഷേ എൻ്റെ ഓർമ്മയിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ് അമ്മുമ്മ. അപ്പോൾ അതുകൊണ്ട് അധികം കുക്കിങ്ങിനൊന്നും കയറാറില്ല. പക്ഷേ ചിറ്റയാണ് കൂടുതലും കാര്യങ്ങൾ
കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഇഷ്ടം എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്നതാണ്. ഒരാൾക്ക് അതിഷ്ടമല്ല ഇതിഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതനുസരിച്ചിട്ടാണ് ഉണ്ടാക്കി തന്നിരുന്നത്. അപ്പം പുള്ളി എപ്പോഴും പറയും അവരുടെ വീട്ടിലൊന്നും അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. കാരണം അമ്മ വർക്കിംഗ് ആണ്, അച്ഛൻ വർക്കിംഗ് ആണ്, പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കി ചെയ്യാറില്ല എന്നൊക്കെ പുള്ളി എപ്പോഴും പറയാറുണ്ട്. ഇതിങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ല. അപ്പം എനിക്കും എൻ്റെ അനിയനും എൻ്റെ ബ്രദറിനും ഒക്കെ ആണെങ്കിൽ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഉണ്ടാക്കി തന്നിരുന്നത്. അതിൻ്റെ ചില ദോഷങ്ങളും ഉണ്ട്, ഗുണങ്ങളും ഉണ്ട്. അങ്ങനെയായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. പിന്നെന്താ, അപ്പോൾ കുക്കിംഗ് എന്ന് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ ഒരു വലിയ പാഷൻ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ പറഞ്ഞാൽ വെറുതെ കള്ളമായി പോകും. പക്ഷേ ഇപ്പം ഞാൻ കുക്കിംഗ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഓരോ കാര്യങ്ങളും മാറ്റി മറിച്ചുമൊക്കെ ചെയ്തു നോക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ ഞാൻ വെജിറ്റേറിയനാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് നോൺ വെജ് ഇഷ്ടമാണ്. പുള്ളിക്ക് എന്നും ഉണ്ടെങ്കിൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇതൊക്കെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഓരോ റെസിപ്പീസൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മൂമ്മ, മുത്തശ്ശൻ, അമ്മയുടെയൊക്കെ കാര്യം, ചിറ്റയുടെയൊക്കെ കാര്യം പറഞ്ഞല്ലോ. അവരൊന്നും ഇന്നില്ല. പക്ഷെ അവരുടെയൊക്കെ ആ രീതികൾ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസിൽ കൂടുതലായിട്ടും എൻ്റെ വീട്ടിൽ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനാണെങ്കിൽ അങ്ങനെ വീഡിയോയിൽ വരുന്നതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രം മിക്കവാറും എൻ്റെ വീഡിയോസിൽ കാണാറുള്ളൂ. പിന്നെ ചിലപ്പോൾ ഒക്കെ ഞാൻ ഹസ്ബൻഡിൻ്റെയൊക്കെ ചിലപ്പോൾ എടുത്തു പോകുമ്പോൾ അങ്ങനെയൊക്കെ വരുന്നതാണ്. പുള്ളിക്ക് അതിലത്ര താല്പര്യമില്ല. തന്നെയുമല്ല പുള്ളിയുടെ പ്രൈവസിയിൽ നമ്മൾ കൈകടത്തുന്നത് ഇഷ്ടവുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാനത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രൈവസി ഉണ്ടാവുമല്ലോ, അതിൽ അങ്ങനെയാണ്. അപ്പം ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് കൂടിയാണ്. അതൊക്കെയാണ് നമ്മളുടെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ എന്നെക്കുറിച്ച്. പിന്നെ എൻ്റെ പേര് ഞാൻ തുടക്കത്തിൽ തന്നെ എൻ്റെ വീഡിയോസിൽ ഞാൻ ലത എന്ന് പറയാറുണ്ടായിരുന്നു. പിന്നീടാണ് ഞാനത് നിർത്തിയത്. ഇപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും എൻ്റെ പേര് എന്നതാണെന്ന്. പിന്നെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ വീഡിയോസ് സ്റ്റോറി ആയിട്ടും റീലായിട്ടും ഒക്കെ ഇടുമ്പോൾ അതിനകത്ത് പേര് വരുമല്ലോ. പിന്നെ ഞാൻ എപ്പോഴും ഈ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഞാൻ തന്നെ വിചാരിച്ചു. അതാണ്. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ജനറലായിട്ടുള്ള എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അറിയേണ്ട കാര്യം. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ ആലുവയിൽ തന്നെയാണ്. സ്കൂളിംഗ് ആലുവയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. ക്രൈസ്തവ മഹിളാലയം സ്കൂളിലാണ് പഠിച്ചത്. 10th വരെ അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിയും ഡിഗ്രിയും നമ്മുടെ സമയത്തൊക്കെ പ്രീ ഡിഗ്രി ആയിരുന്നു. ഇപ്പോഴല്ലേ +1 +2 ഒക്കെ ആയത്. അപ്പോൾ പ്രീ ഡിഗ്രിയൊക്കെ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ആലുവയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് PG ആലുവയിൽ തന്നെയാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഞാൻ പിന്നെ ഒരു ഗ്യാപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം ഞാൻ പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നുള്ള PG ഡിപ്ലോമ കോഴ്സ് ചെയ്തു. അത് കേരള മീഡിയ അക്കാഡമിയിലാണ് ചെയ്തത്, കാക്കനാട്. ഇതൊക്കെയാണ് എൻ്റെ ജനറലായിട്ടുള്ള കാര്യങ്ങൾ. എന്നെക്കുറിച്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും തൽക്കാലം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയാത്തത് എപ്പോഴെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.